പാഠം 9. ആദ്യത്തെ ചിലന്തി. ശരീരത്തിനടിയിൽ കുഞ്ഞു പഞ്ഞിപ്പൊതിയുമായി നടക്കുന്ന ചിലന്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയെക്കുറിച്ച് ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഈ പറയാൻ പോകുന്നത്. തയ്യൽ ജോലിയും ആരെ ആരെയും വിസ്മയിപ്പിക്കുവാൻ കഴിവുള്ള ഒരു പെൺകുട്ടി പണ്ട് ഗ്രീസിൽ ഉണ്ടായിരുന്നു. അരാഗ്നി എന്നായിരുന്നു അവളുടെ പേര്. നിമിഷങ്ങൾ കൊണ്ട് അവൾ തുണികളിൽ തച്ചെടുക്കുന്ന ചിത്രങ്ങൾ കാണാൻ ദൂരെ നിന്നു പോലും ആളുകൾ വന്നിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ അവളിൽ അഹങ്കാരം വന്നു തുടങ്ങി. അവളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നവർക്ക് സമ്മാനം കൊടുക്കും. അല്ലാത്തവരെ സമീപത്ത് നിന്നും ഓടിച്ചു കളയും. ഒരിക്കൽ ഒരു പാവം പെൺകുട്ടി അവളോട് പറഞ്ഞു, എത്ര മനോഹരമായ തയ്യൽ! അധീനി ദേവിയിൽ നിന്നായിരിക്കും നിങ്ങൾ ഈ വിദ്യ പഠിച്ചത് അല്ലേ? ഇത് കേട്ടപ്പോൾ അരാഗ്നിക്ക് ദേഷ്യം വന്നു. അരാഗ്നി രോക്ഷാകുലയായി ഗർജിച്ചു, അധീനി ദേവി വേണമെങ്കിൽ എന്റെ അടുക്കൽ വന്ന് പഠിക്കട്ടെ. ഈ ഗർജനം ദേവിയുടെ, അതായത് അധീനി ദേവിയുടെ ചെവിയിലുമെത്തി. ഒരു പടുകിഴവിയുടെ വേഷത്തിൽ ദേവി അവളുടെ സമീപത്തെത്തി. കുറേനേരം മറ്റുള്ളവർ പ്രശംസിക്കുന്നത് നോക്കി നിന്നു. പിന്നീട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അഭിപ്രായം കേട്ട് അധീനി ദേവി കോപിച്ചിരിക്കുകയാണ്. ദേവി തന്നെ വേഷം മാറി വന്നിരിക്കുകയാണ്. ഒരു വൃദ്ധയുടെ വേഷത്തില്, ഒരു അമ്മുമ്മയുടെ വേഷത്തില്. എന്നിട്ട് ദേവി പറയുകയാണ്, മാപ്പ് അപേക്ഷിക്കുകയാണെങ്കിൽ ക്ഷമിക്കും. ഇത് കേട്ട് അരാഗ്നി കോപം കൊണ്ടു. ഇത് കേട്ട് അവൾ കോപം കൊണ്ട് വിറച്ചു. പടുകിഴവിയുടെ നേർക്ക് തിരിഞ്ഞു. ഹേ കിഴവി, നിങ്ങളുടെ ഉപദേശമൊന്നും എന്റെ അടുത്ത് വേണ്ട. അധീനി ദേവി തപസ് ചെയ്താലും എനിക്കൊപ്പം വരില്ല. വേണമെങ്കിൽ അവർ മത്സരത്തിന് വരട്ടെ. ഓഹോ, അങ്ങനെയോ? എന്നാൽ മത്സരം ഇപ്പോൾ തന്നെ. ഒരു നിമിഷം കൊണ്ട് വൃദ്ധ രൂപം മാറി. ഉജ്ജ്വല കാന്തിയോടെ നിൽക്കുന്ന ദേവിയെ കണ്ട് അവൾ ഭയപ്പെട്ടു. അരാഗ്നി ഭയപ്പെട്ടു. എങ്കിലും പരിഭ്രമം പുറത്തു കാണിക്കാതെ അവൾ മത്സരത്തിന് തയ്യാറായി നിന്നു. നൂലും സൂചിയും കൊണ്ടുവരൂ, നമുക്ക് തയ്ച്ചു തുടങ്ങാം എന്ന് അധീനി ദേവി പറഞ്ഞു. രണ്ടുപേരും തയ്യൽ മത്സരം ആരംഭിച്ചു. സ്യൂസ് ദേവൻ മധ്യത്തിൽ നിൽക്കുന്നു. അധീനിയും മറ്റുള്ള ദേവിമാരും ചിത്രത്തിലുണ്ട്. ജീവൻ തുടിക്കുന്ന ചിത്രം. അവിടെ നിൽക്കുന്നവരുടെ കണ്ണുകൾ മങ്ങി. അരാഗ്നി ദേവന്മാരെ കുരങ്ങന്മാരായും കഴുതകളായും ചിത്രീകരിച്ചു. സ്വന്തം രൂപം സുന്ദരമായി മധ്യഭാഗത്ത് വെച്ചു. അഹങ്കാരിയായ അരാഗ്നി ചെയ്തതാണ്. ദേവന്മാരെയൊക്കെ മൃഗങ്ങളുടെ വേഷം വരച്ചു വെച്ചു. എന്നിട്ട് സ്വന്തം രൂപം സുന്ദരമായി വെച്ചു. പ്രസിദ്ധരായ 2 വിദഗ്ധർ തയ്യൽ വിലയിരുത്തി. അധീനി ദേവിയെ അവർ പ്രകീർത്തിച്ചു, അവർ പ്രശംസിച്ചു. അരാഗ്നിയെ ഏവരും പുലഭ്യം പറഞ്ഞു. കോപിഷ്ഠയായ ദേവി അരാഗ്നിയുടെ ചിത്രകമ്പളം 100 കഷ്ണങ്ങളാക്കി വലിച്ചു കീറി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അരാഗ്നിയെ അവർ തടഞ്ഞു നിർത്തി. അവളുടെ പാറിപ്പറന്ന തലമുടി പട്ടുനൂലുകളാക്കി. കൈവിരലുകൾ നീണ്ട 8 കാലുകളാക്കി. അങ്ങനെ 8 കാലും പട്ടുനൂൽ പെട്ടിയുമുള്ള ഒരു ചിലന്തിയായി അവൾ രൂപാന്തരപ്പെട്ടു. ചിത്രത്തയ്യലിന്റെ ഒത്തുനടുക്ക്
സ്വന്തം രൂപം പ്രതിഷ്ഠിച്ച് കഴിയുന്ന ഒരു വിഷജീവിയായി ജീവിക്കുക. അധീനി അധീനിദേവി അരാഗ്നിയെ ശപിച്ചു. നീയൊന്നും ഒരു വിഷജീവിയായി ജീവിക്കൂ എന്ന് അധീനിദേവി അഹങ്കാരിയായ അരാഗ്നിയെ ശപിച്ചു. അരാഗ്നിയുടെ സന്തതി പരമ്പരകളാണ് നമ്മൾ ഇന്ന് കാണുന്ന എട്ടുകാലികൾ എന്ന് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നു.